നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിലെടുക്കുക. തുടരും മലയാള സിനിമയിൽ ഈ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും ഗംഭീരമാർന്ന സിനിമ. മോഹൻലാൽ നായകൻ, തരുൺമൂർത്തി സംവിധാനം, രജപുത്ര രഞ്ജിത്ത് നിർമ്മാണം. 235 കോടിയോളം മൊത്തത്തിൽ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയ ചിത്രമാണ്. ഒരുപാട് രീതിയിൽ CA ജോർജ്, അതായത് പ്രകാശ് വർമ്മയൊക്കെ തകർത്താടിയ സിനിമ, ലാലേട്ടനൊക്കെ തകർത്താടിയ സിനിമ. ഈ പറഞ്ഞ പോലെ റെക്കോർഡുകളെല്ലാം ഭേദിച്ചു. അതിന് മുമ്പിൽ എമ്പുരാനുണ്ട്, 265 കോടി എന്ന് പറയപ്പെടുന്നു. പക്ഷെ നമുക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാരണം വേറെ ഒന്നുമല്ല, കോൺട്രവേഴ്സിയും ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു സിനിമ. അത്രയും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായമായിരിക്കാം. പക്ഷെ അതിനൊരു ബെഞ്ച് മാർക്കായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ തുടരും ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ്. അതിന് മണ്ടയ്ക്ക് മഞ്ഞുവൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുണ്ട്, അത് 243 കോടിയെങ്ങാണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസത്തോടുകൂടി 17 ദിവസം പിന്നിടുമ്പോൾ ലോക എന്ന് പറഞ്ഞ കല്യാണി പ്രിയദർശൻ നായികയാകുന്ന ചിത്രം, നായികമാർക്ക് പ്രാധാന്യമില്ല മലയാള സിനിമയിൽ എന്ന് പറയുന്നതിന് നല്ല ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് തുടരും സിനിമയെ തൂക്കി, തുടരും സിനിമയെ പൂർണ്ണമായിട്ടും തൂക്കി. ഇന്നത്തെ കളക്ഷൻ തീരുമ്പം 236, 237 കോടിയായിരിക്കും ഇന്നത്തെ ഫൈനലിലെ കളക്ഷൻ. ഏകദേശം ട്രാക്കേഴ്സിന്റെ കളക്ഷനൊക്കെ ഏകദേശം ആക്യുറേറ്റ് ആണ്. കാരണം ഇന്നലെ പോലും പ്രതീക്ഷന് മുകളിൽ കളക്ഷൻ വന്നു. ഏകദേശം 225, 226 കോടി ഇന്നലെ കളക്ഷൻ വന്നതാണ്. ഇന്നലെ, അതായത് വെള്ളിയാഴ്ച തീരുമ്പോൾ. ശനിയാഴ്ച എന്തായാലും ഒരു 10 കോടി 11 കോടി പ്രതീക്ഷ പോലും 237 കോടി വന്നാൽ തന്നെ തുടരും വേൾഡ് വൈഡ് വെട്ടിക്കഴിഞ്ഞു. അന്നേരം നമ്മൾ ചോദിക്കുന്നത് കേരളത്തിലെ റെക്കോർഡുകളൊക്കെ, ഇത് ഓരോ ദിവസവും ഓർത്തോണം. ഇതിൻ്റെ ഒരു പ്രത്യേകത, ലോകയ്ക്ക് മാത്രം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടരും ഇറങ്ങിയപ്പോഴും എമ്പുരാൻ ഇറങ്ങിയപ്പോഴും ഓപ്പോസിറ്റ് പടങ്ങൾ വളരെ കുറവായിരുന്നു. ഒരു 10-21 ദിവസം എമ്പുരാൻ ഇറങ്ങിയ പടങ്ങളെ ഇല്ലായിരുന്നു. തുടരും ഇറങ്ങിയപ്പോഴും ഒരു 2 ആഴ്ച 10-20 ദിവസത്തോളം നല്ല പടങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ലോകയുടെ ഓപ്പോസിറ്റ് തന്നെ മോഹൻലാലിൻ്റെ ഗംഭീര ചിത്രം, അത്യാവശ്യം നല്ല ചിത്രമായിട്ടുള്ള പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ ഹൃദയപൂർവ്വമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഫഹദിൻ്റെ പടം ഉണ്ടായിരുന്നു. അതിൻ്റെ ക്ലിക്കായില്ലേ പോലും അതിൻ്റെ പടം അത്രയ്ക്ക് തിയേറ്റർ ഒക്യുപ്പൻസി വന്നു. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ഇടയ്ക്ക് മദിരാശി എന്ന് പറഞ്ഞ തമിഴ് ചിത്രം വന്നു. ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ലോക നല്ല ഗംഭീരമായിട്ട് കളക്ട് ചെയ്തു. പ്രത്യേകിച്ചും ഈ വെള്ളി, ശനിയും ഞായറും ഒക്കെ തൂക്കാണ്, ഗംഭീര കളക്ഷനാണ്. അന്നേരം അങ്ങനെ കളക്ട് ചെയ്യട്ടെ, നമുക്ക് അഭിമാനമാണ് അങ്ങനെ ഒരു സിനിമ കളക്ട് ചെയ്യുമ്പോൾ. അന്നേരം ഓരോ റെക്കോർഡുകളും വഴിമാറുന്നു. കാരണം ഇങ്ങനൊരു സിനിമ അർഹതപ്പെട്ടതാണ്. ക്വാളിറ്റി വൈസ്, കണ്ടന്റ് വൈസ് ഒരുപാട് പേരുടെ കഷ്ടപ്പാട്, എല്ലാ സിനിമകളും ഒരുപാട് പേർ കഷ്ടപ്പാടുണ്ടെങ്കിൽ അതിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു 100%, 1000%, 1000% നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയ സിനിമ, എല്ലാവർക്കും ഒരേപോലെ റെസ്പോൺസ് കിട്ടിയ സിനിമ, എല്ലാ റെക്കോർഡുകളും പിഴുതെറിയുമ്പോൾ ഇനിയും ഇങ്ങനെയുള്ള സിനിമകൾ വരട്ടെ, റെക്കോർഡുകൾ പലതും വഴിമാറട്ടെ. പക്ഷേ എപ്പോഴും ഓർക്കേണ്ടത്, ഒരിക്കലും ഒരാളിടുന്ന റെക്കോർഡ് അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരിടത്ത് പാറ പോലെ ഉറച്ചു നിൽക്കത്തില്ല. ആർക്കും ഒരു സിനിമ മതി, അതൊരു പുതുമുഖ താരത്തിന് മതി, അത് കണ്ടന്റ് ഇഷ്ടപ്പെട്ട് ഗംഭീര സംഭവമായി കഴിഞ്ഞാൽ അത് എത്ര റെക്കോർഡുകൾ വേണമെങ്കിൽ തകർക്കും. അന്നേരം റെക്കോർഡുകൾക്ക് പുതുമയില്ല. പക്ഷേ ഇതൊരു നല്ല യൂണിവേഴ്സൽ സബ്ജക്റ്റാണ്, മലയാളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സാണ്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ എടുത്തു പറയുന്നു, ഒരു നായിക. സൂപ്പർ താരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മലയാളത്തിലൊരു കല്യാണി പ്രിയദർശനെ പോലൊരു നായിക സൂപ്പർ ഹീറോയായി സൂപ്പർ വിജയം നേടിയ, റെക്കോർഡുകൾ തകർത്ത വിജയം. എന്തായാലും ലോകം ഇനിയും തൂക്കാനുള്ളത് ഏതൊക്കെ റെക്കോർഡുകളാണെന്ന് നിങ്ങൾക്കറിയാം. കമൻസ് ഇടുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, സി യു. ഓക്കെ.